ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരേ ഒരു വെജിറ്റബിൾ കൊണ്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ചുടുപുളി എന്നാണ് ഈ വിഭവത്തിൻ്റെ പേര്. നല്ല ചുടാ ചോറും ചുടാ നീ കറിയും കൂടി കഴിക്കാൻ എന്താ ഒരു ടേസ്റ്റ് എന്നറിയോ? അപ്പോൾ ആ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് ഒരു 2-3 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പം നന്നായി ഒന്ന് റോസ്റ്റ് ആവണം. അപ്പോൾ തീയൊക്കെ നന്നായി ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ കടുകും നമ്മുടെ ഉഴുന്നൊന്നും കരിയാതിരിക്കാൻ നോക്കണം. അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിലാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇതിൽ. ഇനി നമുക്ക് 1 കപ്പ് വഴുതിരിങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കറി വഴുതിരിങ്ങ കൊണ്ടാണെന്നൊന്നും ആരും പറയുക പോലും ഇല്ല, വഴുതിരിങ്ങയാണെന്ന് അറിയുകയില്ല. ഏത് തരത്തിലുള്ള വഴുതിരിങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ വഴുതിരിങ്ങയ്ക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ വഴുതിരിങ്ങയിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വെള്ളം ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. വെള്ളം ഒഴിച്ചിട്ടല്ല കുക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ വെള്ളത്തിന് പകരം നിങ്ങളിപ്പോൾ എണ്ണയിൽ തന്നെ കുക്ക് ചെയ്യണമെങ്കിൽ അതിനും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നന്നായി കുക്കാവട്ടെ. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ളൊരു മിക്സ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 ചുവന്ന മുളക്, ഒരു 3 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, ചനാദാൽ. അത് രണ്ടും കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഇതിലിപ്പോൾ മുളക് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ ഇടാം. ഇതിലിപ്പോൾ എൻ്റെ ഈ മുളകിന് അത്യാവശ്യം എരിവുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ചനാദാൽ നന്നായി റോസ്റ്റായി വരുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിയും കൂടിയാണ് ഇട്ട് കൊടുത്തത്. ചനാദാലിൻ്റെ കൂടെ തന്നെ ആക്ച്വലി വേണമെങ്കിൽ മല്ലി ഇടാമായിരുന്നു. ഇത് ഞാൻ ഓൾറെഡി തന്നെ മല്ലി വഴറ്റി ഒന്ന് ചൂടാക്കി വെച്ചതായിരുന്നു. കാരണം മല്ലി പെട്ടെന്ന് പൂത്തു പോകാതിരിക്കാൻ ഒന്ന് ചൂടാക്കി വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് റോസ്റ്റായി വരണം. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താലേ കറക്റ്റ് ആവുള്ളൂ. ഇല്ല എങ്കിൽ ഉള്ളു വേവില്ല. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഇതിനെ പൊടിച്ചെടുക്കുകയും ചെയ്യാം. ഇനി നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ട് അതിനെയാണ് പിഴിഞ്ഞ് വയ്ക്കുന്നത്. ഇതൊന്നുമില്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതേ മരത്തെ മണ്ണിൻ്റെ പാത്രത്തിൽ കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇതൊരു പുളിയുള്ള കറി ആയതുകൊണ്ട് നമ്മൾ അലുമിനിയം പാത്രത്തിൽ കുക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിലേക്കൊരു 3 കപ്പോളം 2 മുതൽ 3 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പുളിക്കനുസരിച്ചുള്ള പുളി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലത്തെ പുളി നല്ല പുളിയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലെടുത്താൽ മതിയാവും. ഇതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു, പക്ഷേ ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചനാദാലിൻ്റെയും മല്ലിയുടെയും കൂടിയുള്ള ആ മിക്സ് ഇല്ലേ, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കട്ട പിടിക്കാതെ ഇളക്കുക. ആ പുളി തിളപ്പിച്ചതിന് ശേഷമാണ് ഇതിട്ട് കൊടുക്കുന്നത്. പുളി ഒന്ന് തിളച്ചതിന് ശേഷം ഇനി അതിൽ പൊടി മുഴുവനായിട്ട് കട്ടയില്ലാതെ ഇളക്കണം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ടയില്ലാതിരിക്കാനായിട്ട് നമ്മളൊരു ചെറിയ ഹാൻഡ് മിക്സറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു 5 മിനിറ്റോളം നന്നായി ഒന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ വഴുതിനൊക്കെ നന്നായി മാഷ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായി കുക്കായി മാഷ് ആയിട്ടുണ്ട്. അതിനെ ഒട്ടും കട്ടയില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ കറി ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഒട്ടും വഴുതിരിങ്ങാന്ന് പോലും എനിക്ക് തോന്നിയില്ലായിരുന്നു. ഇപ്പം നമ്മുടെ ആ മിക്സുള്ളത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ലൂസാണെന്ന് തോന്നിയാലും കുറച്ച് കഴിഞ്ഞാൽ ഇരുന്ന് കട്ടിയാവും, കാരണം നമ്മുടെ കടലപ്പരിപ്പുള്ളത് കൊണ്ട് തന്നെ. ഇനി അതിലേക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള വഴുതിരിങ്ങയുടെ മിക്സും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റോളം വേവിക്കുക. ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് തിളയ്ക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കട്ടി ആയിക്കൊണ്ടിരിക്കും. ഇനി അതിലേക്ക് ചെറിയൊരു പീസ് നമ്മുടെ ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ്. 1 മിനിറ്റും കൂടി തിളയ്ക്കുക. ഇപ്പം നമ്മൾ ഇത് ഇതിൽ ചട്ടിയിൽ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തണുക്കുകയില്ല. പിന്നെ ഇത് ഓഫ് ചെയ്താൽ ഒരു 5 മിനിറ്റോളം 10 മിനിറ്റോളം നന്നായി തിളയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചുടുപുളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചോറിൻ്റെ കൂടെ ഒരു സൂപ്പർ ടേസ്റ്റിൽ വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ കറി. ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യൂ. എൻ്റെ ചാനൽ ആദ്യം കാണുകയാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.